ഇന്നത്തെ ഒരു ചെറിയ സ്റ്റഡി വ്ലോഗാണ്. എല്ലാവരും ഡിഗ്രീൻ്റെ കൺഫർമേഷൻ കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ രാവിലെ തുടങ്ങിയത് അടുക്കളയിൽ നിന്നാണ്. വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് ഞാനാണ് അടുക്കളയിൽ കയറി ഫുഡെല്ലാം ഉണ്ടാക്കിയത്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് PYQ ഒക്കെ ചെയ്ത് നോക്കി. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്സ് ആൻഡ് സബ്ജക്റ്റിൽ ഞാൻ അത്യാവശ്യം വീക്ക് ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഫോക്കസ് കൊടുക്കുന്നത് മാത്സ് സബ്ജക്റ്റിലാണ്. ഇന്നലെ ഞാൻ മാത്സിലെ ആവറേജ് എന്ന ടോപ്പിക്കാണ് കവർ ചെയ്തത്. പക്ഷേ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബ്ലെബ്കോ LDCയിൽ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വാവ എണീച്ചു. പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് വാവേൻ്റെ ബോട്ടിൽസ് എല്ലാം സ്റ്റെറിലൈസ് ചെയ്തു. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് സ്പേസ് ഫുള്ളായി. അപ്പോൾ ഞാൻ ഏത് വീഡിയോ ആണ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ടത് നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഷൂട്ട് ചെയ്തതാണ്. അഗെയിൻ ബാക്ക് ടു സ്റ്റഡീസ്. സൈലത്തിൻ്റെ ഒരു 3 ടോപ്പിക്കോടെ കവർ ചെയ്യാനുണ്ടായിരുന്നു. ടോട്ടൽ ആവറേജിൽ 8 ടോപ്പിക്സ് ആണുള്ളത്. അതിൽ 5 ടോപ്പിക്സ് കവർ ചെയ്തു. ഇത് ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ്. പ്രത്യേകിച്ച് ലാവിഷായിട്ടൊന്നും ഇല്ലായിരുന്നു. ആ സമയത്താണ് എനിക്ക് കോൾ വന്നത് ഹസ്ബൻഡ് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത്. ഇഫ് യു ഡോണ്ട് വോണ്ട് ടു വാച്ച് ഇറ്റ് യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. ഞാൻ അതിൽ ടൈം കൊടുക്കാം കേട്ടോ. യു ക്യാൻ സ്കിപ്പ് ദ വീഡിയോ. ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. പക്ഷേ യൂഷ്വലി ഞാൻ എൻ്റെ ഒട്ടുമിക്ക സമയങ്ങളിലും ഇങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. എൻ്റെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമാണ്. ഞാനൊന്ന് വേണമെങ്കിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. സോയാബീൻ ഞാൻ എന്ത് ചെയ്യും, ആദ്യം കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കും. പിന്നെ നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് വെള്ളം കളയും. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കും. പിന്നെ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കോളിഫ്ലവർ വേവിച്ചതാണ്. ഞാൻ യൂഷ്വലി അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യരുതെന്ന് പറയും, പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈ ഉള്ളി അരിയുന്നതാണ് ഏറ്റവും മെനക്കെട്ട പണി. ഇതെനിക്ക് തീരെ ഇഷ്ടമില്ല. കാരണം കണ്ണിന്ന് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിർത്താൻ ഭയങ്കര പാടാണ്. ഞാൻ യൂഷ്വലി സ്പെറ്റ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് ഉള്ളി അരിയാറുള്ളത്, കണ്ണിന്ന് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുവാവ് വന്നു. പിന്നെ അവളെ കുറച്ച് കളിപ്പിച്ചു. എഗെയിൻ ബാക്ക് ടു കിച്ചൺ വർക്ക്സ്. എനിക്കിതൊക്കെ നല്ല പ്രിസൈസ് ആയിട്ട് കറക്റ്റ് സ്ക്വയർ പോലെ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ പോലെ കിട്ടിയില്ലൊരു സമാധാനം ഉണ്ടാവില്ല. ദിസ് ഈസ് യൂഷ്വലി ഹൗ ഐ കുക്ക്. അതുകൊണ്ട് അമ്മ അടുക്കളയിൽ കയറാൻ സമ്മതിക്കാറില്ല. കാരണം ടൈം കൺസ്യൂമിംഗ് ആണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് റൂമിലെത്തിയ സമയത്താണ് പച്ചക്കറിക്കാരൻ വന്നത്. 2 ആഴ്ച കൂടുമ്പോഴാണ് ഇയാൾ വരാറുള്ളത്. അമ്മ കൊട്ട നിറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കുരുമുളകൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ടെന്ന്. ഞങ്ങളുടെ വീട്ടിൽ കിണറല്ലാതെ അഡീഷണൽ ആയിട്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട്. വെള്ളം വല്ലപ്പോഴും വരാറുള്ളൂ. അപ്പോൾ ഇത്തവണ വന്നപ്പോൾ അച്ഛൻ ചെടി നനച്ചു. ഇത് ഭയങ്കര ചൂടായതുകൊണ്ട് ചെടീൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര ശോചനീയ അവസ്ഥയാണ്. പിന്നെ റൂമിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടായതുകൊണ്ടും പിന്നെ ഉച്ച സമയത്ത് മാത്സ് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അച്ഛൻ ചെടി നനയ്ക്കായിരുന്നു. അപ്പോൾ കരുതി ഇന്നാലെല്ലാം ഷൂട്ട് ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. എൻ്റെ വീട്ടിലെ ഇലച്ചെടികൾ കുറച്ച് കൂടുതലുണ്ട്. എൻ്റെ അമ്മയ്ക്ക് അത്യാവശ്യം ഇഷ്ടമാണ് അതൊക്കെ. പിന്നെ കുഞ്ഞുവാവേനെ കളിപ്പിച്ചു. ഇത് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിച്ചൊരു ടോയ് ആണ് കേട്ടോ. ടമ്മി ടൈമിൻ്റെ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഒരു കാര്യം കാണിച്ചു. ഞാൻ ലക്ഷ്യൻ്റെ ഡിഗ്രി ലെവൽ PYQ ക്വസ്റ്റ്യൻസ് എൻ്റെ ബുക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നാണ് വന്നത്. അപ്പോൾ ഞാനത് പൊളിച്ചൊക്കെ നോക്കി. പക്ഷേ റിവ്യൂ പറയാനായിട്ടില്ലല്ലോ, നമ്മൾ ജെന്യുവൻ ആയിരിക്കണ്ടേ. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ എഗെയിൻ കുറച്ച് നേരം സംസാരിച്ച് ബാക്ക് ടു മൈ മാത്സ് സ്റ്റഡീസ്. അങ്ങനെ പഠിച്ചു കുറച്ച് നേരം. സത്യം പറഞ്ഞാൽ ബോറടിയാണ്, പക്ഷേ പഠിക്കണമല്ലോ, അതുകൊണ്ട് പഠിച്ചു. നേരത്തെ അച്ഛൻ ചെടി നനച്ച സമയത്ത് ഞാൻ എടുത്തിട്ടുള്ള ക്ലിപ്പാണ് കേട്ടോ അത്. ഞാൻ ബാക്കോട്ട് പോയിരുന്നു. ഞങ്ങൾ തറവാട് വീടാണ്, അവിടെ വാടകയ്ക്ക് കൊടുത്തതാണിപ്പോൾ. പിന്നെ ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കരുതി ഇത് ഷൂട്ട് ചെയ്യാന്ന്. തിരിച്ചു വന്നു. എനിക്ക് തൊഴിൽ വാർത്തയിലെ സപ്ലിമെൻ്ററി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കുറച്ച് നോക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിൽ നിന്ന് കിട്ടുന്ന ഈ ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്ക്ലെറ്റിൽ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് എല്ലാം ആണ് ഉള്ളത്. അപ്പം ഞാനത് റെഫർ ചെയ്യാറുണ്ട്. പിന്നെ കുളിച്ചെല്ലാം വന്നു. അതിനുശേഷം എനിക്ക് കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ടായിരുന്നു 10th ലെവൽ എക്സാമിൻ്റെ. ഞാൻ ആ ബുക്കിൻ്റെ ഏകദേശം പകുതിയോളം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും പറ്റുന്ന സമയത്ത് PYQ ചെയ്യും. ലാസ്റ്റ് വീഡിയോയിൽ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്.